ശ്രീ രാജു പി നായർ, ഈ ധവളപത്രത്തിൽ ഈ കിഫ്ബിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ ഏറ്റവും വലുത് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാധ്യത എന്ന വിവരണം നൽകിക്കൊണ്ടാണ്. അതിൽ 21,000 കോടി രൂപ ഈ വായ്പാ ഇനത്തിൽ തിരിച്ചടവ് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായി നിൽക്കുന്നു എന്ന് പറയുന്നു. അവിടെ ഐസക് സാർ പറയുന്നു, ഒരു പൈസ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായത് മാറില്ല, അത് കിഫ്ബിയുടെ ബാധ്യതയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മറ്റൊന്ന്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പശ്ചാത്തല സൗകര്യ വികസനം എന്നത് സാധ്യമാക്കിയത് കിഫ്ബി പോലെയുള്ള ബജറ്റിന് പുറത്തുള്ള ഒരു സ്പെഷ്യൽ വെഹിക്കിൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കേരളത്തിന് ഇത്രയധികം മുന്നാക്കം പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നിൽ പോലും സ്റ്റാൻഡിംഗ് അല്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. രണ്ട്, ഈ ധവളപത്രത്തിൽ പറയുന്ന ഈ കടത്തിൽ നിന്ന് കരകയറാനുള്ള പ്രായോഗികമായ ഒരു നിർദ്ദേശവും ഇതിനകത്ത് വന്നിട്ടില്ല എന്ന വിമർശനവും അദ്ദേഹത്തിന് ഈ ധവളപത്രത്തെക്കുറിച്ചുണ്ട്, ഇതിലെ നിർദ്ദേശങ്ങളെക്കുറിച്ചുണ്ട്. ഞാൻ അതിലേക്ക് അതിന് മുമ്പ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒറ്റ കാര്യം മാത്രം പറഞ്ഞോട്ടെ. ഒന്ന്, BJP ശങ്കിക്കുന്നത് ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ജനങ്ങളോട് നൽകിയ വാഗ്ദാനം പാലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യായമോ അല്ലെങ്കിൽ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങേക്ക് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ കേട്ട് ശീലിച്ച അങ്ങേക്ക് അത്തരത്തിലുള്ള സംശയം ഉണ്ടാവുന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കുഴപ്പമില്ല, അത് കുറച്ച് കാലത്തിൽ മാത്രമേ അത് മായ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് മായ്ക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഫിനാൻഷ്യൽ ഇതിൻ്റെ കമ്മീഷൻ്റെ 16ാം ഫിനാൻഷ്യൽ കമ്മീഷനെ സംബന്ധിച്ച് പറഞ്ഞു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് മൊത്തമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം നയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതിനകത്തുണ്ട്. അതിനകത്ത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഡെവല്യൂഷൻ ഓഫ് ടാക്സസിനകത്ത് സർചാർജും സെസ്സും ഉൾപ്പെടെ പ്രത്യേകമായിട്ട് നമ്മുടെ ഡിവിസീവ് പൂളിലേക്ക് വരാതെ പ്രത്യേകമായിട്ട് ഈ എന്താ പറയുക നികുതിയെ ചാനലൈസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നയപരമായ ഒട്ടേറെ വിമർശനങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനകത്തേക്ക് കടക്കുന്നില്ല. ഈ ധവളപത്രത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്കിന് ധവളപത്രം എന്നുള്ളത് ഇന്നത്തെ സംസ്ഥാനത്തിൻ്റെ ഒരു റിയൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പേപ്പർ, ഒരു പ്രൊസീജിയറാണെന്നുള്ള അറിയാത്തതല്ല. അദ്ദേഹം അതിനകത്ത് ടാക്സിൻ്റെ പ്രപ്പോസൽസിനെ സംബന്ധിച്ചും എല്ലാം പറയാൻ ഇതൊരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് അല്ലല്ലോ, ഇത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഡോക്യുമെൻ്റ് അല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ബജറ്ററി ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവൈലബിൾ ഡാറ്റ വെച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ വേണമെന്ന നിർദ്ദേശങ്ങൾ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ല, അത് ആ നിർദ്ദേശമൊന്നും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എല്ലാ ഇതിനെയും അനലൈസ് ചെയ്തിട്ടുള്ള നിർദ്ദേശം അല്ലല്ലോ. അതൊക്കെ ബജറ്റിലും മറ്റു കാര്യങ്ങളിലും വരേണ്ട കാര്യങ്ങളല്ലേ. അതല്ലാതെ ധവളപത്രത്തിലൂടെയാണോ സർക്കാരിൻ്റെ ടാക്സ് പിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്? അല്ല, അത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി എന്ന നിലയ്ക്ക് പറഞ്ഞപ്പോൾ അതിനകത്ത് ചില സജഷൻസ് വെച്ചിട്ടുണ്ടാവും. ആ സജഷൻസിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഞാൻ കിഫ്ബിയിലേക്ക് മാത്രമായിട്ട് ഈ ചർച്ച കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അദ്ദേഹം പലപ്പോഴും ഈ സ്പെഷ്യൽ വർക്കേഴ്സ് പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിയതിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, എനിക്ക് അദ്ദേഹത്തോട് നേരത്തെ ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം, അങ്ങ് 2 ലക്ഷം കോടി രൂപ നമ്മുടെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി റേസ് ചെയ്യാൻ മറ്റെന്താണ് മാർഗം എന്ന് അങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങ് ഉണ്ടായിരുന്ന 2016 to 2021 പീരീഡിലെ ഒരു 5 വർഷത്തെ കണക്കായിരിക്കും അങ്ങ് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു ഗവൺമെൻറ് കാലയളവിലുള്ള കാര്യമല്ലേ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2 ലക്ഷം കോടി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കിഫ്ബി 10 വർഷം കഴിഞ്ഞപ്പോൾ എത്രയാണ് ഇന്നത്തെ എക്സ്പെൻഡിച്ചർ? 41,000 കോടി മാത്രമാണ് ഇന്നത്തെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ 2 ലക്ഷം കോടി രൂപ 5 വർഷം കൊണ്ട് റേസ് ചെയ്യാനെത്തിയത് 10 വർഷം കഴിഞ്ഞിട്ടും 41,000 കോടി മാത്രമേ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ എന്നുള്ളത് ഒരു പരാജയമായിട്ട് അങ്ങ് അംഗീകരിക്കുമോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങ് ഇത് കിഫ്ബി കൊണ്ടുവന്നപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ നടത്തിയ പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞെന്താ, 10,000 കോടി രൂപ പ്രവാസി ചിട്ടി ഫണ്ടിലൂടെ വരുമാനം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് കിഫ്ബി, ഇല്ലേ? അങ്ങ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കേരളത്തിൽ ഗൾഫ് ഏരിയയിൽ ഉൾപ്പെടെ ഇതിനകത്ത് ചിട്ടി പിരിക്കുന്നതിന് വേണ്ടി പോയത് എനിക്ക് ഓർമ്മയുണ്ട്. എത്ര കോടി രൂപ ഈ കിഫ്ബിയിലേക്ക് പ്രവാസി ചിട്ടി വഴിക്ക് അങ്ങ് ഉദ്ദേശിച്ച അതർ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ബജറ്ററി പ്രൊവിഷൻസിൽ നിൽക്കുന്ന സ്പെഷ്യൽ വർക്കേഴ്സ് വെഹിക്കിളിൽ കിട്ടാവുന്ന പണം എത്ര രൂപ ഉണ്ടാക്കി? 1 രൂപ പോലും ഉണ്ടാക്കിയില്ല എന്നുള്ളതല്ലേ സത്യം. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അങ്ങ് പ്രപ്പോസ് ചെയ്ത ഒരു പർപ്പസ് തന്നെ ഡിഫീറ്റ് ചെയ്തു. പിന്നെ അങ്ങ് പറയുകയാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്ക്, കൊച്ചി മെട്രോ ഉണ്ടാക്കിയത് കിഫ്ബിയിലാണോ?
ആണോ? കൊച്ചി മെട്രോ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അങ്ങ് ബിഗ് ടിക്കറ്റ് പ്രോജക്ട്സിൻ്റെ കാര്യം പറയുന്നു, പ്ലാനും സബ് പ്ലാനും എല്ലാം അട്ടിമറിച്ചിട്ടാണ്. അങ്ങ് പറയുന്നതിനൊക്കെ ഇൻട്രിക്കസീസിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്ങനെയാണ് അത് ഈ പറയുന്ന മറ്റു വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടത് ഇല്ലാതെയാക്കിയതുള്ളതിലേക്ക് ഞാൻ സ്പെസിഫിക്സിലേക്ക് അധികം പോകുന്നില്ല. പക്ഷേ പ്ലാനും സബ് പ്ലാനും എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മുടെ റവന്യൂ എടുക്കുമ്പോൾ വരുന്നത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ 10 വർഷം കൊണ്ട് എന്ത് ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റ് നടപ്പാക്കാൻ കഴിഞ്ഞു? റെഡ് ടേപ്പിസം മാറ്റി പ്രൊസീജിയർ സ്പീഡ് കൊണ്ടുവന്നുകൊണ്ട് നടപ്പാക്കാനായിരുന്നല്ലോ അങ്ങ് ഉദ്ദേശിച്ചത്. എൻ്റെ നാട്ടിലെ കാര്യം ഞാൻ പറയാം, അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. പൂത്തോട്ട തൃപ്പൂണിത്തുറ റോഡ് 4 വരിയാക്കാൻ വേണ്ടി അങ്ങ് ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 250 കോടി കിഫ്ബിയിൽ പ്രഖ്യാപിച്ചാണ് അല്ലേ? അവസാനം 5 വർഷം തികയ്ക്കുന്ന സമയമായപ്പോൾ ആ 250 കോടി 450 കോടിയാക്കി പുതിയ തീരുമാനം ഉണ്ടാക്കി. ആ 2 തവണയും അന്നത്തെ MLAക്ക് ഫ്ലെക്സ് വെച്ച പൈസ കയ്യിൽ നിന്ന് നഷ്ടമായി എന്നുള്ളതല്ലാതെ ഇതുവരെ ആ പ്രോജക്റ്റിൻ്റെ ലാൻഡ് സർവേ നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല. 10 വർഷം കൊണ്ട് 450 കോടിയുടെ 250 ആയിരുന്നു, പിന്നെ 450 കോടിയാക്കി. അത്രയും രൂപയുടെ റോഡിൻ്റെ വികസനം പോലും നടപ്പാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊണ്ട് എന്താണ് നേട്ടം ഉണ്ടായത്? മറ്റേത് പ്രോജക്റ്റ് ഞാൻ ചോദിക്കാം, തിരുവനന്തപുരം കൊച്ചിയും കോഴിക്കോടും ലൈറ്റ് മെട്രോ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഐഡിയ ഉണ്ടായിരുന്നു, നടപ്പാക്കാൻ സാധിച്ചോ? ഏത് പ്രപ്പോസലാണ് നടപ്പാക്കാൻ സാധിച്ചത്? ഒരു ഇതും കൊണ്ടാൻ പറ്റിയില്ല. ഞാൻ എന്താ പറഞ്ഞത്, 10 വർഷം കൊണ്ട് 41,000 കോടി മാത്രമാണ് എക്സ്പെൻഡിച്ചർ. ഇവർ പറയുന്ന 98,000 കോടി എന്നൊക്കെ പറയുന്ന പ്രപ്പോസൽസ് മാത്രമാണ്. ASും TSും കിട്ടിയത് അതിൻ്റെ പകുതി പോലും ഇല്ല. 41,000 കോടി ആകെ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അങ്ങ് ഇത് വലിയൊരു മാറ്റത്തിൻ്റെ സംഭവമായിരുന്നു. ഇതൊരു മാറ്റം ഉണ്ടാക്കിയില്ല, ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വസ്തുത. പിന്നെ അദ്ദേഹം പറയുകയാണ് GSTയെ കുറിച്ച് IGSTയെ കുറിച്ച് പറ്റില്ല. തോമസ് ഐസക് സാർ, അങ്ങ് ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2017 മുതലുള്ള ഇങ്ങോട്ടേക്കുള്ള റിപ്പോർട്ട് എടുത്ത് 5 വർഷത്തെ പഠനം നടത്തിയ അങ്ങയുടെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയല്ലേ 25,000 കോടി രൂപ IGSTൻ്റെ റിട്ടേൺ സമർപ്പിക്കേണ്ട ഫോം പരിഷ്കരിക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തത്? അങ്ങയുടെ കാലത്തല്ലേ, അങ്ങയുടെ ഗവൺമെൻറ് അല്ലേ ആ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി നിയോഗിച്ചത്? അതിനെ അങ്ങേക്ക് എങ്ങനെയാണ് ഇന്നത്തെ ധവളപത്രത്തിനകത്ത് ആ 25,000 കോടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ഉണ്ടായിട്ടില്ല? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.